നമസ്കാരം പ്രിയമുള്ളവരെ. കൊല്ലം സ്വദേശികളായ ദമ്പതികൾക്ക് ഒരു മകൾ പിറക്കുന്നു. മകൾ പിച്ചവെച്ച് വളർന്നു വരുന്ന സമയത്ത് അച്ഛനും അമ്മയും ആരെണെന്ന് തിരിച്ചറിയുന്ന സമയം കഴിയുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ലാളനയേറ്റ് വളർന്നു വരുന്ന കുട്ടിക്ക് ഒരു സുപ്രഭാതത്തിൽ അവളുടെ അച്ഛനെ കാണാതാവുന്നു. പിന്നീട് എപ്പോഴും അവൾക്ക് മനസ്സിലാക്കുന്നുണ്ട്, അച്ഛനും അമ്മയും തങ്ങൾ തെറ്റിപ്പിരിഞ്ഞു, അച്ഛൻ അമ്മയെയും എന്നെയും കളഞ്ഞിട്ട് പോയി എന്ന് മനസ്സിലാക്കുന്നു. ജീവിത പ്രാരാബ്ധങ്ങളുടെ നടുവിൽ മറ്റു വരുമാനങ്ങളൊന്നുമില്ലാതെ ആ അമ്മയ്ക്ക് വിദേശത്ത് ജോലിക്ക് പോകേണ്ടി വരുന്നു. വിദേശ ജോലിക്ക് തേടിപ്പോകുന്ന അമ്മ മകളെ ബന്ധുവീട്ടിൽ നിർത്തിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ബന്ധുക്കളുടെ എല്ലാം തന്നെ ആട്ടും തുപ്പും തെറിവിളിയും മറ്റുമൊക്കെ കേട്ട് അവൾ അച്ഛനോടും അമ്മയോടും ഉള്ള ആ വൈരാഗ്യം അവിടെ ഉള്ളിൽ ഇങ്ങനെ വളരുകയായിരുന്നു. ചുറ്റുപാടും നിന്ന് സ്നേഹം കിട്ടാതിരിക്കുകയും ചുറ്റുപാടിൽ നിന്നെല്ലാം അവഹേളനങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത പെൺകുട്ടി മറ്റ് പല തലങ്ങളിലൂടെ കടന്നുപോയി എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. വർഷങ്ങൾക്ക് ശേഷം താൻ പഠിച്ചു വളർന്ന സ്ഥാപനത്തിൽ നിന്ന് അവൾക്ക് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ എന്ന സ്ഥലത്തേക്ക് അവളെ പറിച്ചു മാറ്റപ്പെടുമ്പോഴും അവൾ മറ്റുള്ള ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ, അവരുടെ കൈകളിലായിരുന്നു, അവരുടെ വീട്ടിലായിരുന്നു ജീവിച്ചു വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കൊലപാതകത്തെ ന്യായീകരിക്കാനോ ഒരു കൊലപാതകം ഉണ്ടായതിനെ ഈ രീതിയിൽ ചിത്രീകരിക്കുകയോ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കുടുംബ ബന്ധങ്ങളുടെ താളപ്പിഴ എന്ന് വേണമെങ്കിൽ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും എന്നുമല്ല ഞാൻ വിചാരിച്ചത്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു കൊലപാതകം ചെയ്യുവാനുള്ള ത്രാണി അല്ലെങ്കിൽ കൊലപാതകത്തിൽ നയിക്കാനുള്ള ഉപദേശം കൊടുക്കാൻ കഴിയുമെങ്കിൽ അവളുടെ ബുദ്ധി 13 വയസ്സ് വരെയുടെ ആയിരിക്കത്തില്ല എന്ന് മനസ്സിലാക്കണം. 17 വയസ്സുള്ള തൻ്റെ ആൺ സുഹൃത്തും 2 സുഹൃത്തുക്കളും ചേർന്ന് തൻ്റെ ഒരു ബന്ധുവായ ഒരു മുത്തശ്ശൻ്റെ പ്രായമുള്ള ശിവൻകുട്ടി ചെട്ടിയാരെ കഴിഞ്ഞ ദിവസം കൊന്നു. നിങ്ങൾക്കറിയാം, കരുവാറ്റയിൽ നടന്ന സംഭവമാണ്. കേട്ടിട്ടില്ലാത്തവർ കഥ പറയാം. അങ്ങനെ ആ വാടക വീട്ടിൽ ശിവൻകുട്ടി ചെട്ടിയാരോടും അയാളുടെ മകളോടും അയാളുടെ ഇളയ മകളോടും ഭാര്യയോടൊപ്പം ഈ പെൺകുട്ടി ജീവിച്ചു വരുന്നു. പെൺകുട്ടിക്ക് പേരില്ല, കാരണം 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല. ഇനി 18 വയസ്സ് കഴിഞ്ഞാൽ പേര് പറയാൻ പാടില്ല. ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികളെന്നൊക്കെ വേണമെങ്കിൽ പോലീസ് പറയുമെങ്കിൽ പോലും അവരുടെയും പേര് പറയാൻ നമുക്ക് നിർവാഹമില്ല. അങ്ങനെ ഈ വീട്ടിൽ താമസിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴോ ആ മനുഷ്യൻ ഇവളെ ബാഡ് ടച്ച് ചെയ്തു എന്നാണ് അവളിപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ദിവസം രാത്രിയിൽ കൊല്ലം പരവൂരിൽ നിന്ന് ട്രെയിനിൽ 3 യുവാക്കൾ ഹരിപ്പടുത്തുന്നു. അവിടെ വെച്ചൊരു പെൺകുട്ടി, അതിൽ ഉള്ള പെൺകുട്ടി 17 വയസ്സുള്ള പയ്യൻ്റെ പെൺസുഹൃത്തോ അല്ലെ കാമുകിയോ എന്ന് പറയുന്ന പെൺകുട്ടി നിർദ്ദേശിക്കുന്ന വഴികളിലൂടെ ഈ 3 കുട്ടികളും നേരെ ഈ ശിവൻകുട്ടി ചെട്ടിയാർ താമസിക്കുന്ന വീട്ടിലെത്തുന്നു. കരുവാറ്റയിലെ 9-ാം വാർഡിലെ ആ വീട്ടിലെത്തിയിട്ട് വീടിൻ്റെ പ്രകോപിച്ച വെന്റിലേറ്റർ മീൻസ് എക്സിസ്റ്റ് ഫാനിൻ്റെ സൈഡിൽ കൂടെ അകത്ത് കടന്ന് ആ വീട്ടിൽ കിടന്നുറങ്ങിയ ശിവൻകുട്ടി ചെട്ടിയാരെ ആക്രമിക്കുന്നു. ഈ കുട്ടികളുടെ ഇറങ്ങി വരുന്ന ശബ്ദം കേട്ട് ഞെട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അദ്ദേഹത്തെ ഡൈനിങ് ടേബിളിൽ തലപിടിച്ചൊടിക്കുന്നു, കഴുത്ത് ഞെരിക്കുന്നു, കാല് കെട്ടുന്നു, കൊലപാതകം നടത്തുന്നു. കൊലപാതകം നടത്തി അവിടുന്ന് 4.5 പവൻ്റെ സ്വർണമായി കുട്ടികൾ മുങ്ങുന്നു. ഈ സംഭവങ്ങളെല്ലാം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ച 13 വയസ്സുകാരി പെൺകുട്ടി വീഡിയോ കോളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം അവൾ തൊട്ടടുത്ത ദിവസം വന്ന് അവിടെ എല്ലാം നോക്കിയിട്ട് പോകുന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ പോയി. ഈ സംഭവം നടക്കുന്ന ദിവസം അവൾ മനഃപൂർവ്വം അവളുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് താമസം മാറി. പക്ഷേ അങ്ങനെ താമസം മാറ്റാൻ അവർക്ക് കാരണം ഉണ്ടാക്കി കൊടുത്തത് ഈ മരിക്കപ്പെട്ട മനുഷ്യൻ്റെ ഇളയ മകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇളയ മകളും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയി. ആ അവസരത്തിൽ ഞാൻ മാത്രമേ ഈ വീട്ടിലുള്ളൂ, അതുകൊണ്ട് തൽക്കാലം മാറി നിൽക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു സംശയമില്ലാതെ വീട്ടുകാർ അവിടേക്ക് വിട്ടു. പ്രായമുള്ള മനുഷ്യനാണ് എങ്കിൽ പോലും അയാളെയും വിശ്വസിക്കേണ്ടെന്നോ അവിശ്വസിച്ചോ എന്തോ അവിടെ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നു. ആ കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്ന ദിവസം തന്നെയാണ് എല്ലാ നിർദ്ദേശങ്ങളും കൂട്ടുകാർക്ക് കൊടുത്ത് ഇവിടേക്ക് വരുന്നത്. ആ സംഭവത്തിൽ ഈ പെൺകുട്ടി പോലീസ് സംശയത്തിന് നിഴലിൽ എത്തിക്കുന്നു. അവസാനം ചോദ്യം ചെയ്യുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ നടന്ന സംഭവങ്ങൾ പറയുന്നു. ഈ പ്രായമുള്ള മനുഷ്യൻ തന്നോട് ടച്ച് ചെയ്തതാണ് ഇതിന് കാരണമെന്നും അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കാത്തതാണ് ഇതിന് കൊലപാതകത്തിൽ തന്നെ നയിച്ചതും എന്നാണ് അവൾ പറയുന്നത്. ശനിയാഴ്ച നടന്ന കൊലപാതകം തിങ്കളാഴ്ച രാവിലെ നാട്ടുകാരെല്ലാം പോലീസിനെ അറിയിച്ചതനുസരിച്ച് പോലീസ് ഒന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം, ഇങ്ങനെയുള്ള നടപടികളൊക്കെ നടന്നു. പെൺകുട്ടിക്ക് ഒരു ഐഫോൺ വാങ്ങണം. അപ്പം സുഹൃത്തിനും കൂട്ടുകാർക്കും ബൈക്കും വാങ്ങണം. ഇതിന് പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ത്വരയാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് ഭാഷ്യം. അങ്ങനെ ആവും, അല്ലെന്നും ഞാൻ പറയുന്നില്ല, കാരണം അതിന് നമ്മുടെ തെളിവുകളില്ല. കുട്ടികളുടെ മനസ്സാണ് എന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ
കുട്ടികൾക്ക് എങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വെഞ്ഞാറമൂട്ടിൽ സ്വന്തം അനിയന് ബിരിയാണി വാങ്ങാൻ വിട്ട അനിയൻ തിരിച്ചു വന്ന ബിരിയാണി കഴിക്കുന്നതിന് മുമ്പ് അവനെ തലക്കടിച്ചു കൊന്ന ചേട്ടൻ, മുത്തശ്ശിയെ കൊന്നവൻ, അച്ഛൻ്റെ സഹോദരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊന്നവൻ, നിരവധിയായ കൊലപാതകം ചെയ്തവൻ പോലും, വെഞ്ഞാറമൂട് കൊലപാതകം ചെയ്തവൻ പോലും ഇപ്പോഴും സസുഖം നമ്മുടെ ജയിലിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. 17 വയസ്സുള്ള ഒരുത്തിന് കൊലപാതകം ചെയ്യാൻ പറ്റുമെങ്കിൽ അവൻ്റെ മനസ്ഥിതി 17 വയസ്സുകാരൻ്റെ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 13 വയസ്സുള്ള ഒരുത്തിക്ക് ഒരാളിനെ തന്നെ ബാട്ടച്ച് ചെയ്തു ഈ രാജ്യത്തെ നിയമങ്ങൾ അറിയാം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം കൊലപാതകം ചെയ്തതിന് ശേഷം അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാക്കി. അവിടെ മുളക് പൊടി വിതറിയിട്ട് പോയി ഡോഗ് സ്ക്വാഡ് വന്നാൽ മണം പിടിക്കാതിരിക്കാൻ വേണ്ടി. മാത്രമല്ല, തൊട്ടടുത്ത് ഈ പെൺകുട്ടിയുടെ, ഈ മരിച്ച ആളിൻ്റെ ഇളയ മകളുടെ വീടിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. അവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇങ്ങനെയുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിലേക്ക് പോലും ഈ കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് ഈ പറഞ്ഞ നാൽവർ സംഘം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിലെല്ലാം ഉപരി നമ്മൾ കുറേ നാളായിട്ട് ചിന്തിക്കുകയാണ്, ഈ പെൺകുട്ടിക്ക് വേണ്ടത് ഐഫോണാണ്. ഈ പറഞ്ഞ സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒരു കൊലപാതകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ആ കൊലപാതകത്തെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും കൊടുക്കുവാൻ ഈ സോഷ്യൽ മീഡിയയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊലപാതകത്തിന് ശേഷം ശിക്ഷിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതും കൊടുക്കാൻ സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ ഓരോന്നും അബോർഷൻ ചെയ്യുന്നതിനെപ്പറ്റി, കൊലപാതകം ചെയ്യുന്നതിനെപ്പറ്റി, ആത്മഹത്യ ചെയ്യുന്നതിനെപ്പറ്റി എന്തൊക്കെ വേണോ അതിനെപ്പറ്റി എല്ലാം അതിൽ വിവരണം കിട്ടുന്നുണ്ട്. അത് ചെയ്തതിന് ശേഷം വരുന്ന കേസുകളെ പറ്റി ചോദിച്ചാൽ അതിന് വിവരം കിട്ടുന്നുണ്ട്. BNSO IPC എന്ത് വേണമെങ്കിലും കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ വിരൽ തുമ്പിൽ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കുകയാണ്. കൊല ചെയ്യണമെങ്കിലും, കൊലപാതകം ചെയ്യണമെങ്കിലും, ആത്മഹത്യ ചെയ്യണമെങ്കിലും എന്ന് വേണ്ട എല്ലാത്തിനും വിവരങ്ങളുണ്ട്. ഒരു സംശയം മാത്രമേ ഉള്ളൂ, നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റുള്ളവരും ചേർന്ന് ഇവിടുന്ന് ചില ചാനലുകളുടെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിൻവലിച്ചു എന്നൊരു പരാതി നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ എപ്പോഴും പോലീസിൻ്റെ സൈബർ വിങ്ങിൻ്റെ കീഴിൽ വരുത്തിക്കിട്ട് ഈ ഫോണുകളെല്ലാം തന്നെ മിക്ക ഫോണുകളും പോലീസിൻ്റെ സൈബർ വിങ്ങിൻ്റെ പിന്നിലാണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. കഴിഞ്ഞ ദിവസം എൻ്റെ ഫോൺ ഏകദേശം 1.5 മണിക്കൂർ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ നിരീക്ഷണത്തിലിരിക്കുന്ന സമയത്ത് ഇത്തരം ഒരു സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് അത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ സൈബർ കൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ അടുത്തോ ചെല്ലത്തക്ക രീതിയിൽ ഒരു സംവിധാനം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കില്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ AI-യുടെ യുഗത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കർമ്മം നടക്കുന്നതിന് മുമ്പ് അത് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇനി കുട്ടികളിൽ നിന്ന് മൊബൈൽ പിടിച്ചു മാറ്റാം എന്നൊന്നും വിചാരിച്ചാൽ പറ്റുമെന്ന് തോന്നുന്നില്ല. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ പറഞ്ഞ ഫോൺ ഉപയോഗിക്കരുത്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുതെന്നൊക്കെ നിയമം കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ ഈ സാധനമുണ്ട്, അല്ലെ അവിടെ കൂട്ടുകാരുടെ കയ്യിലുണ്ട്, അല്ലെ കൂട്ടുകാരുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇവിടെ പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ 13 വയസ്സുള്ള പെൺകുട്ടിക്ക് കൊലപാതക ആസൂത്രണം ചെയ്യാൻ പറ്റുമെങ്കിൽ അവൾക്ക് അത് 33 വയസ്സായിട്ടോ 36 വയസ്സായിട്ടോ വേണം കണക്കാക്കാൻ. 17 വയസ്സുള്ള ചെറുപ്പക്കാർക്ക്, ഒരു പയ്യനും അവൻ്റെ കൂട്ടുകാർക്കും ഈ കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ ഉള്ളിൽ ബൈ ബർത്തിൽ തന്നെ അങ്ങനെ ഒരു സ്വഭാവം നിലനിൽക്കുന്നുവെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കാൻ സ്കൂളുകൾക്ക് സമയം കണ്ടെത്തണം. കുട്ടികൾക്ക് ആവശ്യമായതുള്ള കൗൺസിലിംഗ് കൊടുക്കാൻ പോലീസ് ഉൾപ്പെടെയുള്ളവരെ ചെയ്യണം. അവിടെ ചെന്നിട്ട് കുറ്റകൃത്യങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാതെ കുറ്റകൃത്യം ചെയ്താൽ വരുന്ന കുറ്റം ഇന്നതാണെന്നും ശിക്ഷ ഇന്നതാണെന്നും അത് അനുഭവിക്കുന്നവരെയും കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരും കുറ്റവാളികളായിട്ട് ജനിക്കുന്നില്ലെങ്കിലും സാഹചര്യങ്ങൾക്ക് ആൾക്കാരെ കുറ്റവാളികളാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പലപ്പോഴും. ഇവിടെ ഈ കുറ്റവാളികൾക്ക് വേണ്ടി ഇനിയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ത് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കണം. പരിമിതികൾ ഒത്തിരിയുണ്ട് ഈ ഇത്തരം വാർത്തകൾ ചെയ്യുന്നതിന്. ആ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സത്വര നടപടിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകേണ്ടത്. വിദ്യാഭ്യാസ മേഖലയിലൂടെ അവൻ ജനിച്ചു വളർന്നു വരുന്ന സാഹചര്യങ്ങളെപ്പറ്റി അവനെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവൻ കടന്നു പോകേണ്ട വർഷങ്ങളെപ്പറ്റിയും അവൻ്റെ ഭാവിയെപ്പറ്റിയും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ പണ്ട് ആരാണ് എത്ര നാൾ ജയിലിൽ കിടന്നു എന്ന് കഥിക്കുന്നു ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ വലിയ ഒരു സാങ്കത്യവുമില്ല. തൻ്റെ രാഷ്ട്രീയം പഠിപ്പിക്കാനുള്ളതാകരുത് വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് ഭരണാധികാരികൾ ഓർക്കുന്നത് നന്നായിരിക്കും. നന്ദി, നമസ്കാരം.